നിങ്ങൾ വാർത്ത വായിച്ചു കാണും, കോയമ്പത്തൂർ എയർപോർട്ട് എക്സ്പാൻഡ് ചെയ്യുവാൻ വേണ്ടി സ്റ്റേറ്റ്സ് ഗവൺമെൻറ്, അതായത് സ്റ്റാലിൻ അഡ്മിനിസ്ട്രേഷൻ 600 ഏക്കറോളം സ്ഥലം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ കൊടുക്കാൻ പോകുന്നു. ഇത് സിമ്പിളായിട്ട് വായിച്ച് തള്ളേണ്ട ഒരു വാർത്തയല്ല ഇത്. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ഉണ്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് തർക്കമാണ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതായത് പ്രത്യേകിച്ച് DMK ഗവൺമെൻറ്, അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ബാംഗ്ലൂർ എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൊടുക്കുന്ന ഈ ലാൻഡിന് അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അതേ വാല്യൂ, മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഈ പണം സ്റ്റേറ്റിന് കൊടുക്കണം. സെൻട്രൽ ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ട് നിരാകരിച്ച് നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ പറഞ്ഞു. ഈ പ്രൈവറ്റൈസ് എന്ന് പറയുന്ന സംഭവം ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ, അത് എയർപോർട്ട് എഴുതി കൊടുക്കുകയല്ല. ഇതാണ് സംഭവം. ഈ തർക്കത്തിൻ്റെ അവസാനമാണ്, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് തമിഴ്നാട് ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നു, ഒരു കണ്ടീഷനുമില്ല, കോയമ്പത്തൂർ എയർപോർട്ട് എക്സ്പാൻഡ് ചെയ്യുവാൻ വേണ്ടി 600 ഏക്കർ 2018 അവർ അക്വയർ ചെയ്ത സ്ഥലമാണ്, അത് ഒരു കണ്ടീഷനുമില്ലാതെ ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചു. അവിടുത്തെ കലക്ടർ പോയിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഈ സംഭവം കൈമാറി. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം ബേസിക്കലി ഈ കോയമ്പത്തൂർ ആ മേഖല എന്ന് പറയുന്ന ADMKയുടെ വളരെ സ്ട്രോങ് ഹോൾഡ് ഏറിയാണ്. ഇവിടെ BJPയും ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം അവിടെ ജയിച്ചിരിക്കുന്നത് DMKയുടെയാണ് മെമ്പർ ഓഫ് പാർലമെൻറ്റ്. കാരണം അവർക്ക് സ്വാധീനം വന്നു. അതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട, സ്റ്റാലിൻ നമ്മുടെ മുഖ്യമന്ത്രിയേക്കാൾ എത്രമാത്രം വിഷണറിയാണ് എന്ന്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയത് ട്രീറ്റ്മെൻറ്റിനല്ല, സാൻ ഫ്രാൻസിസ്കോയിൽ പോയിരിക്കുന്നത് ഏകദേശം വലിയൊരു എമൗണ്ട്, വലിയൊരു ബില്യൺസും മില്യൺസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾ സൈൻ ചെയ്തു ഇന്നലെ ഇത് സാൻ ഫ്രാൻസിസ്കോയിൽ. കാരണം സെമി കണ്ടക്ടർ അതിൻ്റെ പ്ലാന്റ്, അമേരിക്കൻ കമ്പനിയുടെ പ്ലാന്റ് ചെന്നൈയിൽ വരുന്നു. ഇപ്പം എന്താണ് ഈ കോയമ്പത്തൂർ എയർപോർട്ട് വന്നാൽ കേരളത്തിന് കിട്ടാൻ പോകുന്ന അടി? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഈ പറയുന്ന ചെറിയ സ്ഥലത്തോട്ടുള്ള ബോംബെയോ ഡൽഹിയോ അത് ഡെയിലി 1 or 2 ഫ്ലൈറ്റ്സ് അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഓപ്പറേഷൻ. കാരണം എയർപോർട്ട് വളരെ ചെറുതാണ്. പക്ഷേ എയർപോർട്ടിൽ വലിയ എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോൾ, 2 റൺവേ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറും. തൃശ്ശൂരും പാലക്കാട് ഈ ഭാഗത്തുള്ളവർ പിന്നെ കോയമ്പത്തൂരിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇൻ്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക്. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ സംഭവം തുടങ്ങുമ്പോൾ ഇവിടെ ഡൊമസ്റ്റിക്കിൻ്റെ റൂട്ട്സുകൾ ശരിക്കും വരും. ഇപ്പോൾ കോയമ്പത്തൂരുള്ളവർ ഇന്ത്യയിലെ പല സിറ്റിയിലും പോകുന്നത് ചെന്നൈ പോയിട്ടും ബാംഗ്ലൂർ പോയിട്ടൊക്കെയാണ് പോകുന്നത്. അത് മാറിയിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രാവലേഴ്സിൻ്റെ എണ്ണം കൂടും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഡിഗോയുടെ പല ഫ്ലൈറ്റുകൾ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ പലതും കൊച്ചിയിൽ നിന്ന് തുടങ്ങിയതാണ്, ഇത് പലതും അങ്ങ് നിർത്തി. അതിൻ്റെ കാരണം പാസഞ്ചേഴ്സിൻ്റെ ട്രാഫിക് ഇല്ല. കാരണം കേരളത്തിൽ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. കാരണം നഷ്ടമായതിൻ്റെ പേരിൽ ഇൻഡിഗോ പല ഫ്ലൈറ്റ് ഓപ്പറേഷൻസും നിർത്തി. ഇത് അധികവും കോയമ്പത്തൂരിൽ നിന്ന് പോകും. കാരണം പുതിയ എയർപോർട്ട് വരുന്നു, അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഈ ടാക്സ്, അതായത് ഫ്ലൈറ്റ് വന്ന് ആങ്കർ ചെയ്യാനും പാർക്ക് ചെയ്യാനുള്ള അതിൻ്റെ ചാർജ് കുറവായിരിക്കും. അതിനേക്കാൾ ഉപരി ഇവർക്ക് പല സ്കീംസും ഏവിയേഷൻ കമ്പനിക്ക് എയർപോർട്ടിൻ്റെ ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നവർ കൊടുക്കും. മറ്റൊരു സംഭവം, ഈ മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ പോകുന്നവർ ആ ഫ്ലൈറ്റുകളുടെ എണ്ണം അവിടുന്ന് ഇഷ്ടം പോലെ കൂടുമ്പോൾ, കാരണം കോയമ്പത്തൂരിന് പോകുന്ന റോഡ് നല്ല കണക്ടിവിറ്റി, എയർപോർട്ടുമായിട്ട് കണക്ടിവിറ്റി റോഡ് ഹൈവേയുമായിട്ട് ചെയ്താൽ മതി. ഇനി മറ്റൊന്ന്, ഈ മണ്ണാർക്കാട് എന്ന് പറയുന്ന ഏരിയ, കോയമ്പത്തൂരും മേട്ടുപ്പാളയം വഴി ആ റോഡൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോഴിക്കോട് വരെ പോകും. പാലക്കാടിലെ അത് കോഴിക്കോട് വരെ പോകും. ഇപ്പോഴ് കേരളത്തിലെ വെജിറ്റബിൾസ് ഈ കൊച്ചി എയർപോർട്ടിൽ നിന്ന് പോകുന്നത് അധികവും കൊച്ചി വഴിയാണ്. കേരളത്തിൽ അത് വരുന്നതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് അധികവും. എന്നിട്ട് ഇത് കയറി കൊച്ചിയിൽ നിന്നാണ് ഈ കാർഗോയിൽ കയറി പോകുന്നത്. അത് മുഴുവനും മാറിയിട്ട് മുഴുവനും ഈ പറയുന്ന കോയമ്പത്തൂരിനങ്ങ് പോകും. അതായത് കൊച്ചി എയർപോർട്ടിൻ്റെ പ്രാധാന്യം നല്ലതുപോലെ ഇല്ലാതെ. കാരണം
ഈ ടിക്കറ്റ് ഫെയർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ടിക്കറ്റ് ഫെയർ വളരെ കൂടുതലായുണ്ട്. കാരണം ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് കുറവാണ്. ആൾക്കാർ അവിടെയുള്ള റീജിയനിലുള്ളവർ, മലപ്പുറത്തുള്ളവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഈ സംഭവം നേരെ കോയമ്പത്തൂരിന് കയറി വരും. കാരണം കോയമ്പത്തൂർ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല. കാരണം വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവൈലബിൾ എന്ന് പറയുന്നത് കോയമ്പത്തൂർ ആ ചുറ്റും മേട്ടുപ്പാളയും ആ സൈഡുമായിട്ട് ചേർന്നാണ്. ഫാമിംഗ് ഏരിയയാണ്. ഇവിടുന്ന് കയറിപ്പോവും. ഇതോടുകൂടി കൊച്ചി എയർപോർട്ട് വെടി തീർന്നു പോകും. ആ വാക്കാണ് ഞാൻ ഉപയോഗം. അതേപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ട് അതിൻ്റെ പ്രാധാന്യമില്ലാതായിപ്പോവും. ഇത് മനസ്സിലാക്കേണ്ടത് കേരളം പോലെ നോക്കിക്കാണുന്ന ഒരാൾ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെയും മന്ത്രിമാരെ പോലെയുള്ള ഒരാളൊന്നുമല്ല സ്റ്റാലിൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ബാംഗ്ലൂർ സിറ്റിയുടെ അടുത്ത് കിടക്കുന്ന ഹോസൂറിൽ, അത് ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ്, അവിടെ 2000 കോടിയാണ് സ്റ്റാലിന് അനുവദിച്ചിരിക്കുന്നത്. അവിടെ പുതിയ എയർപോർട്ട് പണിയാൻ. കാരണം സെക്കൻഡ് എയർപോർട്ട് ഇൻ ബാംഗ്ലൂർ. കാരണം ബാംഗ്ലൂർ കർണാടക സർക്കാരും അനൗൺസ് ചെയ്തു അവർ അടുത്ത എയർപോർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഗവൺമെൻറ് ശബരിമലയുടെ എയർപോർട്ട് പറഞ്ഞിട്ട് നടക്കുന്ന പ്രശ്നമേ ഇല്ല. അവിടെ സ്റ്റേ വരുന്നു, അത് വരുന്നു. അതായത് ഗവൺമെൻറ്റിന് ഇച്ഛാശക്തിയൊന്നുമില്ല അവിടെ ഈ സംഭവം വരണമെന്നുള്ളത്. അത് കോടതിയിൽ പോയിട്ട് അത് കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ്റിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്യണം. ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകേണ്ട കാര്യങ്ങൾ അതിനി എന്ന് വരാനാണ്? ബിലീവേഴ്സ് ചർച്ച് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണം. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം. അത് ഈ പറയുന്ന ജനങ്ങൾ താമസിക്കുന്ന ഏരിയ റബ്ബർ എസ്റ്റേറ്റ് ആണ്, അത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. അത് ഞാൻ പറയുന്നതല്ല, രാജമാണിക്യം കമ്മിറ്റി എല്ലാ റിപ്പോർട്ടും പറയും. ഗവൺമെൻറ് ഇത് ഓർഡിനൻസ് ഇറക്കി ഈ സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. പക്ഷെ നോക്കുക, തമിഴ്നാട് 2018 അക്വയർ ചെയ്ത സ്ഥലം അവർക്കൊരു തടസ്സവുമില്ല, കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നു. കാരണം സ്റ്റാലിൻ ഗവൺമെൻറ്റിന് ഇനി പറയുന്നത് 2 വർഷം കൂടെ ഉള്ളൂ. അവർക്ക് ഏതെങ്കിലും രീതിയിൽ തമിഴ്നാട്ടിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അത് കാരണം ജനങ്ങളുടെ മുമ്പിൽ പോകേണ്ട ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് കാരണം അവർക്ക് ഇൻഡസ്ട്രിയലായിട്ടത് ആ ബെൽറ്റ് ഡെവലപ്പ് ചെയ്യണം, കൊമേഴ്ഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്യണം. കാരണം എയർപോർട്ട് എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നാച്ചുറലി അവിടെ ഈ എയർ കാർഗോ എന്ന് പറയും. കാരണം എയർ കാർഗോ വളരെ ചീപ്പായിട്ടങ്ങ് മാറും. കാരണം ഏറ്റവും കൂടുതൽ ഗാർമെൻറ്റ് എക്സ്പോർട്ടും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ടൂൾസിൻ്റെ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഈ കോയമ്പത്തൂർ, തിരുപ്പൂർ, സേലം, ഈ പറയുന്ന ബെൽറ്റ് മുഴുവനും. അപ്പോൾ കാരൂർ എന്നൊക്കെ പറയുന്ന സംഭവം. കാരണം അവിടെ ഒരു ഭയങ്കര ബൂമുണ്ടാകും. അതേപോലെ തന്നെ കേരളത്തിൽ വലിയൊരു ശതമാനം ട്രാവലേഴ്സ്, പാസഞ്ചേഴ്സ്, അതായത് മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും അവർക്ക് പെട്ടെന്ന് ആക്സസബിലിറ്റി കോയമ്പത്തൂരാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ കൊച്ചിയുടെയും കോഴിക്കോട് എയർപോർട്ടിൻ്റെ വെടി അങ്ങ് തീർന്നു പോകും. ഇവിടെയാണ് ഗവൺമെൻറ് ആലോചിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ 2 എയർപോർട്ടിൽ മാറ്റം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് വരുന്നൊരു എയർപോർട്ടായി ബാംഗ്ലൂർ എയർപോർട്ട് മാറി. അപ്പം അതിൻ്റെ കാരണം ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് അവർക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ട്രാഫിക് ഉണ്ടായാൽ മാത്രമേ ഈ ബാംഗ്ലൂർ സിറ്റി ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ പേരിലാണ് പുതിയ ടെർമിനലൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് എയർപോർട്ടാണ് കൊച്ചി. എന്നിട്ടും കൊച്ചി എന്ന് പറയുന്ന ഈ പറയുന്ന സംഭവമൊന്നും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇന്നും അവിടെ എയർപോർട്ടിൻ്റെ ആ റോഡ് അവിടെ ഇത് പണിയാൻ പറ്റത്തില്ല, അത് പണിയാൻ പറ്റും, 100ഓളം റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി ഒരു ബോറിംഗ് എയർപോർട്ടാക്കിയിട്ട് കൊച്ചിയെ മാറ്റിയതിൻ്റെ കാരണം സിയാൽ എയർപോർട്ട് ആ കുര്യൻ തന്നെയാണ്. കാരണം എന്ത് ഹാപ്പനിങ്സാണ് അവിടെ ഉള്ളത്. അത് അയാൾ ഇത്രയും നാളും അതിൻ്റെ ചെയർമാനായിട്ടും MD ആയിട്ടിരുന്നു. അതിനെ അയാളത് ഉണ്ടാക്കി, സത്യമാണ്. ഫർദറായിട്ട് അവിടെ ഒരു കുന്തവും നടന്നിട്ടില്ല. അവിടെ ഇവിടെ 1-2 ബിൽഡിംഗ് ഉണ്ടായി. അതിനെ ഇത്ര മനോഹരമായിട്ട് മാറ്റിയെടുത്താൽ കേരളത്തിൻ്റെ ടൂറിസം ആണെങ്കിലും കേരളത്തിൻ്റെ എക്കോണമിക്കും വലിയ സംഭാവന കൊടുക്കേണ്ട എയർപോർട്ടിനെ ഇത്രയും നാശമാക്കി മാറ്റി. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കും പങ്കുണ്ട്, കോൺഗ്രസ്സുകാർക്കും പങ്കുണ്ട്, ഈ പറയുന്ന കുര്യൻ എന്ന് പറഞ്ഞ ബ്യൂറോക്രാറ്റിനും പങ്കുണ്ട്. ഇതെന്നൊക്കെ മാറി നല്ല ആൾക്കാരെ ഇതൊക്കെ എന്താണ് എയർപോർട്ട്, എങ്ങനെയാണ് ഇതിനെ മാറ്റാൻ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് തലപ്പത്തിരുത്തിയാണ് ഈ എയർപോർട്ട്സിനെ മാറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ അറിയാൻ സാധിച്ചത് കണ്ണൂർ എയർപോർട്ട് നഷ്ടമാണ്, കോഴിക്കോട് എയർപോർട്ട് നഷ്ടമാണ്, ഈ ട്രിവാൻഡ്രം എയർപോർട്ട് ഈ പറയുന്ന ലാഭമൊന്നുമില്ല. ഈ രീതിയിലാണ് കേരളത്തിൻ്റെ പോക്ക്. അതേപോലെ ആലോചിക്കുക,
ആ, കോയമ്പത്തൂർ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം, അതായത് കേരളത്തിലെ പാസഞ്ചേഴ്സ് മുഴുവൻ അങ്ങോട്ട് പോകും, അതോടുകൂടി ഇവിടെ ഡിം. ഇതാണ് പിണറായി പറയുന്ന ഭയങ്കര സംഭവമാണ്, കേരളം ഒന്നാമതാണെന്നൊക്കെ പറയുന്നതാണ്. ഈ പൊട്ടത്തരം പറയാൻ മാത്രമേ ഇയാളെ കൊണ്ട് പറ്റത്തുള്ളൂ. വിഷൻ വേണം, എന്ത് ചെയ്യണം, എന്താണ് അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്, ഇതൊന്നും കാണാതെ വിഡ്ഢിത്തരവും ക്ലെയിംസും മാത്രം പറയുന്നു. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കോയമ്പത്തൂർ എയർപോർട്ട്.